പേര് സുനിത. പത്തിരിപ്പാല പൂക്കാട്ടുകുന്നത്താണ് എൻ്റെ വീട്. എനിക്ക് ഭഗവാന്റെ വേണുഗാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എനിക്ക് ഭഗവാന്റെ ഈ വേണുഗാനം ഞാനിങ്ങനെ കേൾക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വിദൂരതയിൽ നിന്ന് എനിക്ക് ഈ ഗാനം ഇങ്ങനെ എൻ്റെ കാതിൽ വന്ന് കേൾക്കും. എപ്പം നോക്കിയാലും ഞാൻ യൂട്യൂബിൽ ഭഗവാന്റെ ഈ വേണുഗാനം കേട്ടുകൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയായപ്പോൾ ഞാൻ ഒരു ദിവസം കണ്ണനോട് ചോദിച്ചു, കണ്ണ, എനിക്ക് നിൻ്റെ വേണുഗാനം നീ എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് വായിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങൾ കിഴക്കേ അമ്പലത്തിൽ ഭഗവാനെയൊക്കെ തൊഴുത് ഞങ്ങൾ പോകാൻ നേരം കിഴക്കേ നടയിലൂടെയാണ് പോയത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് വേണ്ട, അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നടയിലൂടെ പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി പടിഞ്ഞാറ് നടയിലൂടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വണ്ടിയിൽ ഒരു വണ്ടിയുടെ ഉടമസ്ഥനാണ് തോന്നുന്നു. ഇത് ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് ഈ കടകളിലൊക്കെ ഈ പുല്ലാങ്കുഴലാണ് ഞാൻ നോക്കണത്. ഇങ്ങനെയുള്ള പുല്ലാങ്കുഴലിലൂടെ അല്ലേ എൻ്റെ കണ്ണൻ ഈ വേണുഗാനം ഊതുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കി പോകും. അങ്ങനെ പടിഞ്ഞാറ് നടയിലൂടെ പോകുമ്പോൾ ഒരു കട പോലുള്ള ഒരു ഇതിൽ ആ കട ഉടമസ്ഥനാണോ അറിയില്ല, അവരവിടെ നിന്നിട്ട് ഈ പുല്ലാങ്കുഴൽ ഇങ്ങനെ വായിക്കണോ. എനിക്ക് ഭൂമിയിൽ തന്നെയാണോ ഞാൻ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. ഇത് എൻ്റെ ഭഗവാനാണ്. ഞാൻ ചോദിച്ചിരുന്നു, കണ്ണാ, എനിക്ക് എൻ്റെ അടുത്ത് വെച്ച് നീ എനിക്ക് നിൻ്റെ വേണുഗാനം ഒന്ന് കേൾപ്പിച്ച് തരുമെന്ന്. അതാ കേൾപ്പിച്ച് തന്നു. എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഭഗവാനാണത്. അങ്ങനെ മായാജാലക്കാരനല്ലേ കണ്ണൻ. ഇതുപോലൊരു വണ്ടി, കടയും ഭഗവാനും ഒക്കെ സൃഷ്ടിച്ചത് ഭഗവാനല്ലേ. ഞാൻ എന്നിട്ട് ഒരുപാട് സന്തോഷമായി. എനിക്കൊരു കൃഷ്ണാനുഭവം ഉണ്ടായി.